എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ വീഡിയോ ഒന്ന് നോക്കിക്കേ. ഈ വീഡിയോയിൽ എഴുതിയിരിക്കുന്നത് കോൺഗ്രസിനെ ജയിപ്പിച്ച കഴുതകൾക്ക് ഇത് സമർപ്പിക്കുന്നു എന്നാണ്. ഇത് പൊതുജനങ്ങളുടെ വികാരമാണ്. കോൺഗ്രസിനെ ജയിപ്പിച്ച കഴുതകൾക്ക് ഇത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ വീഡിയോ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ വീഡിയോയിലുള്ളത്? ഒരു കോൺഗ്രസ് നേതാവ് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരുടെ ഫ്ലെക്സ് വലിച്ചു കീറുന്നതാണ് ഈ കാണുന്നത്. കേരളത്തിലുടനീളം വി.ഡി. സതീശൻ്റെ പക്ഷം കെ.സി. വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പോസ്റ്ററുകൾ വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടി. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ആദരണീയനായ കോൺഗ്രസ് നേതാവുമായിരുന്ന ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടി. എന്ത് ആദർശമാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളത്? എന്ത് വൃത്തികേടുകളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ജനത്തെയെല്ലാം ഇളക്കിവിട്ട് തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി വി.ഡി. സതീശൻ കാണിച്ച ഈ വൃത്തികേട് ഇത് വളരെ മോശമായിപ്പോയി. തൻ്റെ അണികളെ തെരുവിലിറങ്ങാനും തെരുവിലിറക്കി കലാപങ്ങൾ സൃഷ്ടിക്കാനും കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലക്സുകൾ വലിച്ചു കീറാനും ഈ വി.ഡി. സതീശനെ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ട് അനുവാദം കൊടുത്തു? വി.ഡി. സതീശൻ്റെ അനുവാദമില്ലാതെ ഒരു ഫ്ലക്സ് പോലും ആരും വലിച്ചു കീറില്ല. തനിക്ക് മുഖ്യമന്ത്രി കസാര ലഭിക്കുകയില്ല എന്ന് ബോധ്യമായപ്പോൾ കേരളത്തിൽ ഒരു വലിയ കലാപം അഴിച്ചുവിടുക എന്നൊരു ധാരണയിലേക്ക് ഈ വി.ഡി. സതീശനെ പോലെയുള്ള ആളുകൾ എത്തുന്നത് ശരിയാണോ? കേരളത്തിൽ ഉടനീളം ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫ്ലക്സ് വലിച്ചു കീറി. ഇന്ത്യയിൽ ഈ കോൺഗ്രസ് പാർട്ടിയെപ്പോലെ സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരുടെ ഫ്ലക്സും ബാനറും പോസ്റ്ററും വലിച്ചു കീറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ഇന്ത്യയിലുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരുടെ ഫ്ലക്സും ബാനറും വലിച്ചു കീറുമോ? അപ്പോൾ കോൺഗ്രസ് എത്രമാത്രം അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. അതും അധികാരത്തിന് വേണ്ടി, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി, മന്ത്രി കസേരയ്ക്ക് വേണ്ടി, എം.എൽ.എ. ആകാൻ, എം.പി. ആകാൻ എന്ത് വൃത്തികേടുകളും കാണിക്കാൻ തയ്യാറായി കോൺഗ്രസ് ഇവിടെ നിൽക്കുകയാണ്. ഈ വി.ഡി. സതീശനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ്, ഇപ്പോൾ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ ഉപാധ്യക്ഷനായിരുന്നു, ഇങ്ങനെ പല മേഖലകളിലിരുന്ന ഈ വി.ഡി. സതീശനെ പോലെയുള്ള ഈ രാഷ്ട്രീയക്കാർക്ക് ചേർന്നതാണോ ഈ തരത്തിലുള്ള ഒരു പ്രവൃത്തി? വി.ഡി. സതീശൻ്റെ അറിവില്ലാതെ ആരും ഈ റോട്ടിലിറങ്ങി ഈ വലിച്ചു കീറില്ല. അത് വി.ഡി. സതീശന് തന്നെ ഒരു കണിയായി വന്നു. എന്താ കാരണം? തനിക്ക് മുഖ്യമന്ത്രി കസേര ലഭിച്ചില്ലെങ്കിൽ, അധികാരം ലഭിച്ചില്ലെങ്കിൽ പാർട്ടി പിളർത്തും. വി.ഡി. സതീശൻ പാർട്ടി പിളർത്തും, ജനങ്ങളെ തെരുവിലിറക്കും, മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ കല്ലുപെറുക്കി എറിയിക്കും, മുൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫ്ലക്സുകൾ വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടും എന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. നമ്മളിത് മനസ്സിലാക്കേണ്ട ഇതാണ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ്സിന് ഇന്ത്യയിൽ ഒരിക്കലും അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൻ്റെ ലഹരി പിടിച്ചവർ, അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഈ കോൺഗ്രസ്സിലുണ്ട്. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പെടുന്നു? എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുമായി സത്യപ്രതിജ്ഞ നടന്നു. പക്ഷേ കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല. സത്യപ്രതിജ്ഞ ഏത് കാലത്ത് നടക്കുന്നും യാതൊരു പിടിയില്ല. എന്തായാലും ഈ ഫ്ലെക്സിൽ കണ്ടതുപോലെ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്, കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത കഴുതകൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത കഴുതകൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു നിമിഷമെങ്കിലും ഈ യു.ഡി.എഫിനും കോൺഗ്രസ്സിനും, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തത് മണ്ടത്തരമായി പോയി എന്ന് ഈ 4-5 ദിവസമായി കേരളത്തിൽ ചിന്തിക്കാത്ത ആളുകൾ
കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമേ കാണുള്ളൂ, ബാക്കി പൊതുജനം മുഴുവൻ ചിന്തിച്ചു കഴിഞ്ഞു. മറുനാടൻ ഷാജൻ ഇപ്പോൾ ലേലുവല്ലു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? അയ്യോ എനിക്ക് മാപ്പ് തരണം എന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സമയത്ത് കോൺഗ്രസ്സിനെ ജയിപ്പിക്കണം എന്നും പറഞ്ഞിട്ട് ഒരു ദിവസം 5-6 വീഡിയോ ചെയ്ത മറുനാടൻ ഷാജൻ ഇപ്പോൾ ലേലുവല്ലു പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര അധപ്പതിച്ചു ഈ കോൺഗ്രസ്. ഇവർക്ക് എങ്ങനെ ഭാരതത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുക. എന്തായാലും ഈ ഫ്ലെക്സിൽ ആരാണോ ഇത് എഴുതി വെച്ചത്, ആരാണോ ഈ വീഡിയോ ഷെയർ ചെയ്തത്, എന്തായാലും ഇത് അക്ഷരാർത്ഥത്തിൽ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. പൊതുജനം കഴുതയായി. അതുമാത്രമല്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തവർ കഴുതകളാണ് എന്നാണ് ഇത് ഉണ്ടാക്കി വിട്ടവൻ അഭിപ്രായപ്പെടുന്നത്. ആ അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ്.